അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേമസ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ അഫ്ലത്തൂൻ ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് നന്നായി മെൽട്ടായി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നീളത്തിലരിഞ്ഞ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഈ പാല് നന്നായി വറ്റി ഇത് പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ടുവരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോ പാലൊക്കെ വറ്റി പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ പാത്രത്തിലേക്ക് നെയ്യ് തടവി കൊടുത്താലും മതി. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനു മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ ബദാമും കൂടി വെച്ചുകൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അഫ്ലത്തൂൻ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.